മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടോ? ഡു ദേ ലവ് യു ആസ് യു ഡു ആൻഡ് ദെയർ കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. ആൻഡ് അവർ നിങ്ങളെ ഇപ്പോഴും ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഡു ദേ ലവ് യു ആസ് യു ഡു? നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ? ഡു ദേ ലവ് യു ആസ് യു ഡു ആൻഡ് ദെയർ കറണ്ട് സിറ്റുവേഷൻ? ഡു ദേ ലവ് യു ആസ് യു ഡു? ഡു ദേ ലവ് യു as you do? ഓക്കെ, ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള സ്പ്രെഡ്. തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത്. അത് കുറച്ച് പേർക്ക് ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് സാഹചര്യങ്ങൾ തന്നെയാണ്. ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതൽ പേർക്കും ഈ ഒരു സ്റ്റക്നെസ്സിന് കാരണമായിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആവാനുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തിക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണെന്നുള്ളതാണ്. അവർ ചില സാഹചര്യങ്ങളോട് ഒരു സമയം പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. രണ്ട് രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് രണ്ട് രീതിയിലും അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിലും നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു റൊമാൻറ്റിക് ഡോർ ഓപ്പൺ ആവുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ സാഹചര്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷങ്ങളിൽ അത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അധികം പോസിറ്റീവ് എനർജി തരുന്ന കാർഡും നമുക്ക് വന്നിരിക്കുകയാണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ആ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡായി പോകുന്നൊരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഈ നിമിഷത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നു ചേരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇപ്പോൾ സ്പിരിച്വൽ പാത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സയൻസ് ആയിട്ടുള്ള വൈറ്റ് കളർ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, റെയിൻബോ സയൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എങ്കിൽ അതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഈ വ്യക്തി നിങ്ങൾ രണ്ടുപേരും ഒരുപാട് തവണ പരസ്പരം പിരിയാനും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു മൂവ് ഓൺ എന്ന് പറയുന്ന കാര്യം സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഈ വ്യക്തിയെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ മറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിന് കഴിയുന്നുണ്ടാവില്ല. ഓക്കെ, വളരെ ശക്തമായിട്ടുള്ള റീസണായിട്ട് ഇവിടെ കാണുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസാണ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് പേർക്കാണെങ്കിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓക്കെ, എന്ത് തന്നെ ആയിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ നിമിഷത്തിൽ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ സങ്കടങ്ങളും, എല്ലാ ടെൻഷൻസും, എല്ലാ വറീസും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഐ ആം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് പറയുക. ഈ ഒരു നിമിഷത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണെന്ന് കൂടി നോക്കാം. യൂണിവേഴ്സൽ മെസ്സേജസ് അറ്റ് ദിസ് മൊമെൻറ്റ്. ഓക്കെ, യെസ്, അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണുള്ളത്. അത് ഒരു ആക്ഷൻ എടുക്കാനുള്ളൊരു ടൈമിന് വേണ്ടിയിട്ട്, അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരുടെ സ്വപ്നങ്ങളിൽ ആ ഒരു കാര്യമാണുള്ളത്. അവർ സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ചൂസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഒരിക്കലും മറ്റൊരാൾക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ പ്രണയം അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. മേ ബി ഈ ഒരു സമയത്ത് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. എങ്കിൽ പോലും ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം കുറഞ്ഞു പോയിട്ടില്ല.
ഓക്കെ, ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഹൃദയഭേദകമായിട്ടുള്ള ഒന്നാണ്. അവരുടെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിലുള്ളൊരു വേദന അവരനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ മുന്നിലുള്ള വഴികളെല്ലാം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ശക്തമായിട്ടൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല, ഒരു പാത്ത് ചൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രയും കൺഫ്യൂസ്ഡ് ആണ് ഈ വ്യക്തി. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആൻഡ് യെസ്, പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ റിലേഷൻഷിപ്പിലൊരു വിക്ടറി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ളത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. ഓക്കെ, എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ വ്യക്തിയെ അലട്ടുന്നത്. അതായത് നിങ്ങൾ വിട്ടുപോകുമോ, ഇത്രയും സെപ്പറേഷൻ ടൈം എടുക്കുമ്പോൾ നിങ്ങൾ അവരെ മറന്നു കളയുമോ, അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും അവർക്ക് നിങ്ങൾ പ്രഷ്യസ് ആണ്. സോ ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോസമിങ് അബണ്ടൻസ് ഈ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവരെന്തിനും തയ്യാറായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. കാരണം എന്തൊക്കെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും, എന്തൊക്കെ നഷ്ടങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചാലും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചുള്ള ഒരു ലൈഫ് അവർ സ്വപ്നം കാണുന്നില്ല. അവർക്ക് നിങ്ങളുടെ സ്ഥാനം അപ്പോഴും എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും ഈ വ്യക്തിക്ക് കഴിയില്ല എന്ന് ആ വ്യക്തി വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. നമ്പർ 2, നമ്പർ 46, നമ്പർ 3, നമ്പർ 4, നമ്പർ 17, 25, 28, നമ്പർ 40, 33, 31, 29, 32, 36, 38, 28, 24, 19, നമ്പർ 7, 15 ആൻഡ് 30. അതുപോലെ ലെറ്റേഴ്സായിട്ട് വന്നിരിക്കുന്നത് ലെറ്റർ എസ്, ലെറ്റർ ആർ, ലെറ്റർ യു, ലെറ്റർ സി, ലെറ്റർ പി, ലെറ്റർ ഐ, ലെറ്റർ വൈ, ലെറ്റർ എ, ലെറ്റർ സി, ലെറ്റർ പി, ലെറ്റർ എഫ്, ലെറ്റർ ഇസഡ്, ലെറ്റർ കെ, ലെറ്റർ എം, ലെറ്റർ ജെ. ജനുവരി, ഓഗസ്റ്റ്, ജൂലൈ, മാർച്ച്, സെപ്റ്റംബർ, ഡിസംബർ ആൻഡ് ഒക്ടോബർ ഈ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ലിയോ, സജിറ്റേറിയസ്, സ്പൈസസ്, ലിബ്ര, ക്യാൻസർ, സ്കോർപിയോ, അക്വാറിയസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുമുണ്ട്. പൂയം നക്ഷത്രം, പൂരാടം, ഉത്രം, രോഹിണി, അവിട്ടം, ആയില്യം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട്. ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ്. അതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. ഷോർട്ട് ടെമ്പേർഡ് ആണ്. ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി ഉണ്ട്. ഈ വ്യക്തിക്ക് റെഡ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കാം. അതുപോലെ യെല്ലോ കളർ, ഗ്രീൻ കളർ, ഓഫ് വൈറ്റ് കളർ, ബ്ലാക്ക് കളർ, പർപ്പിൾ കളർ ഈ കളറിനോടെല്ലാം ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ടീച്ചറായിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, നഴ്സസ് ആയിരിക്കാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം, അസ്ട്രോളജർ ആയിരിക്കാം, ഹീലേഴ്സ് ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ആയിരിക്കാം. ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ്. ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.